ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാ ഈ 2021 നമുക്കെല്ലാവർക്കും നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ഈ അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസുകളൊന്ന് തരിച്ചെടുക്കാം. 1.5 കിലോ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് അളവിലുള്ള മൈദയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 1 കപ്പ് തരിച്ചെടുക്കാം. അടുത്തതായി 1/2 കപ്പ് സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്കിത് നന്നായിട്ട് തരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലോർ മിക്സ് ഇവിടെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലോർ മിക്സ് മാറ്റി വെക്കാം. അടുത്തതായി വെള്ളത്തിന്റെ ഒട്ടും അംശമില്ലാത്തൊരു ബൗളിലേക്ക് നമ്മൾ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടയാണെങ്കിൽ തണുപ്പ് പോയതിൻ്റെ ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി. 1.5 കിലോ വരുന്ന കേക്ക് ആണെങ്കിൽ 5 കോഴിമുട്ട വരെ ആവശ്യമായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മുഴുവനായിട്ടുമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വെച്ച് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഇന്ന് നമ്മളിവിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ ന്യൂ ഇയർ ആണ്, മറ്റൊന്ന് എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നത്. എഗ്ഗ് നമ്മൾ 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മുഴുവനായിട്ടുമുള്ള ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇനി ബീറ്റ് ചെയ്യരുത്. വെറും 1/2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. വീണ്ടും 1/2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സിൽ നിന്നും പകുതി മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലോർ മിക്സിൽ നിന്നും പകുതി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് സാവധാനം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലോർ മിക്സ് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്ത് സമയമെടുത്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുക്കറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് വന്നോളും. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ മുഴുവനായിട്ടും ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതും അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊട്ടിപ്പോയിക്കോളും. അടുത്തതായി നമുക്ക് കുക്കറിന് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റവിൽ നമ്മളൊരു പഴയ തവ വെച്ച് കൊടുത്ത് 5 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ബേക്ക് ആകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് എന്തായി എന്നൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കേക്ക് ഇതാ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല കറക്റ്റായിട്ടാണ് ബേക്കായി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് അളവിലുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ ആഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് പ്രത്യേകം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. കേക്ക് നമ്മൾ നന്നായിട്ട് ചൂടൊക്കെ പോയതിൻ്റെ ശേഷം കുക്കറിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇതാ നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ കേക്കിൻ്റെ പിൻവശത്തുള്ള ബട്ടർ പേപ്പർ മാറ്റാം. അടുത്തതായി നമുക്ക് ഈ കേക്ക് 2 ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. 2 ലെയറോ 3 ലെയറോ ആക്കാവുന്നതാണ്. നമ്മൾ 2 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യാം. ഫസ്റ്റ് ലെയർ നമുക്ക് ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാരയിലൂടെ അര ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു നൈഫ് വെച്ച് പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. പരത്തി കൊടുത്തതിന് ശേഷം പതുക്കെ ഈ ടേൺ ടേബിൾ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ആയിട്ട് വന്നോളും. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ നൈഫ് വെച്ച് കൊടുക്കുക. പതുക്കെ ടേൺ ടേബിൾ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നോളും. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കിതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ക്രീം വെച്ച് കൊടുക്കുക. ക്രീം അധികം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഐസിങ് ചെയ്യൽ അവസാനിക്കും. ക്രീം കുറവാണെങ്കിൽ ഐസിങ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടും വരും. ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു നൈഫ് വെച്ചിട്ട് പതുക്കെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടേൺ ടേബിൾ തിരിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു നൈഫ് വെച്ചിട്ട് പതുക്കെ ടേൺ ടേബിൾ തിരിച്ചു കൊടുക്കാം. ഐസിങ് ചെയ്യൽ മുഴുവനായിട്ടും കാണിക്കാത്തത് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും, അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ കേക്ക് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ ഒരു 4 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോർഡറിലായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കേക്കിൻ്റെ അടിഭാഗവും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ അടിഭാഗവും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളിവിടെ കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ട്രോബെറി വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. സ്ട്രോബെറി വെച്ച് മുകൾ ഭാഗം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ന്യൂ ഇയർ ആൻഡ് ബർത്ത്ഡേ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.